ഹലോ ഹായ് എവരിവൺ, വെൽക്കം ടു ദി ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ഒരു ന്യൂ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓട്സ് ഉപ്മ. നമ്മൾ വെയിറ്റ് ലോസ് ജേണിയിലും അതല്ലാതെ നോർമൽ ഡേയ്സിലും ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിന്നർ ഓപ്ഷനായിട്ട് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഓട്സ് ഉപ്മ. അതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സോ അതിനായിട്ട് 3 പേരുടെ ക്വാണ്ടിറ്റിയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. കുക്കർ റോൾഡ് ഓട്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 125 ml ഹാഫ് കപ്പും 250 ml ഫുൾ കപ്പ്. സോ ഇൻ ടോട്ടൽ 1.5 കപ്പാണ് നമ്മൾ ഓട്സ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് ഡയറക്റ്റ് ഓട്സ് ആഡ് ചെയ്തിരിക്കുകയാണ്. നമ്മളിവിടെ ഗീയോ ഓയിലോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരു 3 to 4 minutes കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി അത് റോസ്റ്റ് ചെയ്യുക. ആ ഒരു റോസ്റ്റ് ആയി വരുന്ന ടൈമിൽ തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. സോ ആ ടൈമിൽ നിങ്ങൾക്ക് ആ സെയിം ഓട്സിനെ വേറൊരു വെസലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുക. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ആഡ് 1 teaspoon ഓഫ് ഗീ ടു ഇറ്റ്. അപ്പോൾ ആ സെയിം വെസലിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഗീക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ വെയിറ്റ് ലോസ് ജേണിയിലായതുകൊണ്ട് തന്നെ ആ ഓയിലിൻ്റെയും ഗീയുടെയും ഒക്കെ അളവൊന്ന് ശ്രദ്ധിക്കുക. ഞാനിവിടെ വളരെ ലിമിറ്റഡ് 1 teaspoon യൂസ് ചെയ്തിട്ടുള്ളൂ. നോർമൽ ഡേയ്സിൽ നിങ്ങൾക്ക് 1 tablespoon വരെ യൂസ് ചെയ്യാം. ആ ടൈമിൽ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അതിലേക്ക് കടുകാണ് നെക്സ്റ്റ് ആഡ് ചെയ്തിരിക്കുന്ന 1 teaspoon. അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പ് ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഞാൻ യൂഷ്വലി ഉപ്മാവ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് ചേർക്കാറുണ്ട്. എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് തന്നെ. നെക്സ്റ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ്, കാഷ്യൂനട്ട്, പീനട്ട്, ബദാം, ഏത് നട്ട്സ് ആണോ അവൈലബിൾ അത് സ്മോൾ പീസസ് ആയിട്ട് ആക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ചില്ലി, പിന്നെ കറി ലീവ്സ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ശേഷം മേജർ ഇൻഗ്രീഡിയൻ്റ് ആണ് ജിഞ്ചർ. നമ്മുടെ ഉപ്മാവിന് എപ്പോഴും ഒരു ന്യൂ ഫ്ലേവർ അല്ലെങ്കിൽ വലിയ ടേസ്റ്റി ഫ്ലേവർ നൽകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. സോ അത് ഒരു 1 inch നല്ല നേർത്ത് സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ചേർക്കുക. സോ ദാറ്റ് നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ അത് ചിലവർക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാതായിരിക്കും. സോ അതെല്ലാം ഒന്ന് സോട്ടായി വന്ന ശേഷം ഒരു ഹാഫ് ഒണിയൻ ആണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അപ്പം ഒണിയൻ ക്യാരറ്റുമാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് ആഡ് ചെയ്യുന്നത് അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു ടിപ്പാണ്, നമ്മുടെ ഈ ഒനിയൻ പെട്ടെന്ന് സോട്ട് ചെയ്ത് വരാൻ കുറച്ച് നമ്മൾ സോൾട്ടും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സോട്ടായി വരും. സോ ഞാനിവിടെ കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ആഫ്റ്റർ പോറിങ് ദ വാട്ടർ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു സോൾട്ട് ആഡ് ചെയ്ത കാര്യം ഓർത്തിരിക്കണം, അല്ലെങ്കിൽ ഉപ്പിൻ്റെ അളവ് കൂടിപ്പോകും. സോ അത് മേക്ക് ഷുവർ ചെയ്യുക. സോ നമ്മൾ ഓട്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് വിച്ച് ഈസ് ഹൈ ഇൻ ഫൈബർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫുൾനെസ് എപ്പോഴും ഫീൽ ചെയ്യും. അതാണ് ഈ വെയിറ്റ് ലോസിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്സ് എന്ന് പറയുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഭയങ്കര ഈസിയാണ് മേക്ക് ചെയ്യാൻ. നമുക്ക് ഓട്സ് ഉപ്മാവ് പൊരിച്ച് അതല്ലെങ്കിൽ സ്മൂത്തി ആയിട്ട് ഹാവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒരു വെയിറ്റ് ലോസ് ജേണിയിലായിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ഓട്സിൻ്റെ പാക്കറ്റ് എപ്പോഴും കയ്യിലിരിക്കുന്നത് നല്ലതായിരിക്കും. സോ അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇനിയിപ്പം ക്യാരറ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും ക്യാരറ്റ് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഡിഷസിലും നമ്മൾ ക്യാരറ്റ് ഇൻക്ലൂഡ് ചെയ്യും. സോ ഗ്രേറ്റഡ് ക്യാരറ്റ് ആഡ് ചെയ്തിട്ട് അതും ഒന്ന് സോട്ടായ ശേഷം നമ്മളിവിടെ 1.5 കപ്പ് ഓഫ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം 1.5 കപ്പ് ഓട്സ് എടുത്തു, 1.5 കപ്പ് തന്നെ ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് ഉപ്പെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ബാലൻസ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്ത് എടുക്കണം. അത്രേ ഉള്ളൂ. ഇനി ആ ബോയിൽ ചെയ്ത ശേഷം നമുക്ക് ഓട്സ് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ ജസ്റ്റ് അതൊന്ന് ബോയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 2 to 3 minutes കൊണ്ട് തന്നെ ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്നും കൂടെ ഒന്ന് കുക്കായിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത്. സോ എന്നിട്ട് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അതും എൻ്റെ അടുത്ത് പറയണം. സോ ഇവിടെ നമ്മളുടെ ആ ഒരു വാട്ടർ നന്നായിട്ടൊന്ന് ബോയിലായി വരുന്നുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഓട്സ് ആഡ് ചെയ്ത് തുടങ്ങാം. എഗെയിൻ ഓട്സ് എല്ലാം കൂടെ ഇതിലേക്ക് ഒരുമിച്ച് ആഡ് ചെയ്യരുത്, കുറച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള ഓട്സ് ആഡ് ചെയ്യാവുള്ളൂ. സോ ഒരു 2 to 3 times ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോ ഇതിപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലേ എടുത്തിട്ടുള്ളൂ. സോ അതുകൊണ്ട് ഞങ്ങളിവിടെ 3 times ആയിട്ടാണ് ഇത് ആഡ് ചെയ്തെടുക്കുന്നത്. സോ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഓട്സിനെ ആ വാട്ടറിലോട്ട് മെർജ് ചെയ്യിപ്പിക്കുക.
ഓക്കെ. സോ നമ്മുടെ ലംസ് ഒന്നും കെട്ടിക്കിടക്കാതെ ഇരിക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് അതെല്ലാം കൂടെ ഒന്ന് മേർജ് ചെയ്ത് ഒരു ഒറ്റ ഫോമിലാക്കുക. അതേപോലെ തന്നെ ഭയങ്കര ഒരു ശക്തി എടുത്തിട്ടൊന്നും ചെയ്യരുത്, അത് നമുക്കതങ്ങ് കുഴഞ്ഞിട്ട് പോകും നന്നായിട്ട്. സോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി ഒരു 2 to 3 മിനിറ്റ്സ് അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് ടേൺ ഓഫ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി നമ്മുടെ ഓട്സ് ഉപ്പുമാവ് ഇവിടുത്തെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഒരു വെറൈറ്റി ഡിഷും കൂടാണ്. നമുക്ക് ഡെയിലി ഭയങ്കര ഈസി ആണല്ലോ. നമ്മൾ കുറച്ച് ഓട്സ് റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നാലും നമുക്ക് പെട്ടെന്ന് എടുത്തു വേണമെങ്കിൽ പിന്നീട് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസും കറി ഇല്ലെങ്കിൽ തന്നെയും ഇതിങ്ങനെ നമുക്ക് കഴിക്കാവുന്നതാണ്. എഗെയിൻ ഉപ്പുമാവിൽ തേങ്ങ ഗ്രേറ്റഡ് കോക്കനട്ട് ഒക്കെ ആഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. സോ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എൻ്റെ അടുത്ത് പറയണം. സോ താങ്ക് യു ഗൈസ്, ബൈ.